ഹലോ എല്ലാവരും എന്തെടുക്കാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു നാച്ചുറൽ റെമഡി ആയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് കുറേ നാളായിട്ട് നിങ്ങൾ ഫേസിൽ പിമ്പിൾസ് ഉണ്ട്, ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈനെസ് ഉണ്ട്, എന്ത് നിങ്ങൾക്ക് സ്കിൻ ഇഷ്യൂസ് ഉണ്ടോ അത് നിങ്ങൾ കറക്റ്റിന് നിങ്ങൾ ആ ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്തിട്ടൊന്നും മാറണില്ല, വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെമഡി അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഇത് നിങ്ങളുടെ സ്കിന്നിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് 100% എനിക്ക് ഉറപ്പുള്ള ഒരു റെമഡിയാണ് കേട്ടോ. നമ്മളൊരു നാച്ചുറൽ റെമഡി ചെയ്തിട്ട് എത്ര നാളായില്ലേ, കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു റെമഡി ആയിട്ട് വന്നിട്ടുള്ളത്. എൻ്റെ പഴയ മുതലുള്ള ഫോളോവേഴ്സ് കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എപ്പോഴാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇങ്ങനത്തെ ഒരു DIY ആയിട്ടുള്ള റെമഡി ചെയ്തിരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് എത്രത്തോളം അടിപൊളി ആയിട്ടുള്ളതാണെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു സൂപ്പർ ആയിട്ടുള്ള റെമഡി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് കാണുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്കത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ടൈം സ്ലാപ്പ് കൊടുക്കാം, നിങ്ങൾക്ക് പോയി കാണാൻ ധൃതിയുള്ളവർക്ക്. അല്ലാത്തവർക്ക് ഞാൻ കുറച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനാണ് കേട്ടോ. എന്തുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണേന്നുള്ളത് അറിയണമല്ലോ. എനിക്കെങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. എൻ്റെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഒരു സംശയവും ബാക്കി ഉണ്ടാവരുത്. എന്തെങ്കിലും ഇത് എനിക്ക് എപ്പോഴും ഇങ്ങനെ നിങ്ങൾ എൻ്റെ പണ്ട് മുതലുള്ള ഫോളോവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ ചാനൽ തുടങ്ങിയ സമയം മുതൽ തന്നെ ഞാൻ ഒത്തിരി നാച്ചുറൽ റെമഡീസ് ചെയ്യുന്ന ഒരാളായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടം. കാരണം എന്താ വെച്ചാൽ ഞാൻ മുമ്പ് തൊട്ട് എൻ്റെ ഫേസിൽ പിമ്പിൾസ് ഉള്ളതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യായിരുന്നു. ആ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ റെമഡീസ് ഷെയർ ചെയ്യായിരുന്നു. അങ്ങനെ എനിക്കൊരു ടാഗ് വന്നു. അതായത് ഞാൻ എപ്പോഴും ഇങ്ങനെ ചിലവരൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾക്കൊക്കെ പോകുമ്പോഴേക്കും ഇത് മറ്റേ ആ സാധനം അരച്ചിടുന്ന മുഖത്തിടുന്ന കൊച്ചല്ലേ എന്ന് പറയും. അപ്പോൾ എനിക്കിങ്ങനെ തോന്നും, അതെന്താ അങ്ങനെ പറയുന്നത്, അങ്ങനെ ഇതൊക്കെ അരച്ചിടുന്ന ചെറിയൊരു ട്രസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പം അത് പക്ഷെ മാറി. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളത് കൊണ്ടാണോ എന്തുകൊണ്ടാണോ ഞാൻ സർട്ടിഫൈഡ് ആയതുകൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇപ്പം പക്ഷെ എന്നെ ഒരു സ്കിൻ കെയർ ഒരു ഉള്ളവരിൽ വെച്ച് കുറച്ചും കൂടി ബ്യൂട്ടിയിൽ ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരാളെന്ന രീതിയിലാണ് ഇപ്പം എന്നെ കാണുന്നത്. മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഇതൊക്കെ അരച്ചിരുന്നൊരു കുട്ടിയല്ലേ എന്ന് അങ്ങനത്തെ ഒരു ടാഗ് വന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര എന്നാൽ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. പക്ഷെ എനിക്കത് ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായല്ലോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആളുകൾ കുറേ പേർക്ക് നിങ്ങൾ എനിക്ക് മെയിലായിട്ടും മെസ്സേജസ് ആയിട്ടൊക്കെ അയച്ച് ഇങ്ങനെ നല്ല റിസൾട്ട് ഉണ്ട്. എന്നെ നേരിട്ട് കാണുമ്പോഴേക്കും തന്നെ ആളുകൾ ചേച്ചി അന്ന് പറഞ്ഞു തന്നിട്ടുള്ള സാധനം യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായി, വേറെ എന്ത് ചെയ്തിട്ട് റിസൾട്ട് ഇല്ലായിരുന്നു, ചേച്ചി പറഞ്ഞത് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ പറഞ്ഞു കൊടുത്തൊരു സാധനം യൂസ് ചെയ്തിട്ട് അവർക്ക് അടിപൊളിയാന്ന് പറയുമ്പോൾ. പക്ഷെ അതേപോലെ തന്നെ ഇപ്പുറത്തിങ്ങനെ ആളുകൾ ഇങ്ങനെ പറയുമ്പോഴേക്കും ശരിയല്ലേ, എന്നെ ഒരു ട്രസ്റ്റ് ഇല്ലാത്ത ഒരാളായിട്ടാണ് അവർ കാണുന്നത് എന്നുള്ളൊരു ചെറിയൊരു ഇതും കൂടി എൻ്റെ ഈ ഒരു സൈഡിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ബ്രേക്ക് എടുത്തു. ഞാൻ പിന്നെ ബ്രേക്ക് എടുക്കാൻ കാര്യം ഞാൻ ട്രൈ ചെയ്യണത് കുറഞ്ഞു. എനിക്ക് തന്നെ ആ സമയത്തൊക്കെ കുറേ പേര് ഇങ്ങനെ എന്താണ് നാച്ചുറൽ റെമഡീസ് ഒന്നും വർക്ക് ചെയ്യില്ല, എനിക്ക് പിന്നെ ഡോക്ടേഴ്സൊക്കെ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ വെറുപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു, ഇല്ലേ ഇനി എന്താണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യണ കുറഞ്ഞപ്പോഴേക്കും ഞാൻ വീഡിയോ ഇടണത് കുറഞ്ഞു. ഞാൻ എപ്പോഴും നമ്മുടെ ചാനലിൽ ഞാൻ റിയൽ ആയിട്ടാണ് നിൽക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നോ അത് നിങ്ങൾക്ക് പറയും, ഞാൻ എന്ത് യൂസ് ചെയ്യുന്നോ അത് ഞാൻ നിങ്ങൾക്ക് റിവ്യൂ ആയിട്ട് പറയും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഒരിടയ്ക്ക് അതങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എനിക്ക് ട്രൈ ചെയ്ത് റിസൾട്ട് ഉണ്ടാവുന്ന അങ്ങനത്തെ സംഗതികളൊക്കെ മാത്രമേ ഇടാൻ തുടങ്ങി. അതിനിടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒത്തിരി പ്രോഡക്റ്റുകളൊക്കെ ഞാൻ മാറ്റി ഹെയർ കെയർ പ്രോഡക്റ്റുകൾ, ഒരുപാട് കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെ സ്റ്റോർ ബോട്ട് സാധനങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങി. സ്കിൻ കെയർ, ബോഡി കെയർ ഒക്കെ ഞാൻ സ്റ്റോർ ബോട്ട് സാധനങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഹെയറിനൊന്നും ചെയ്തിട്ടില്ല. അല്ലാതെയുള്ള സ്കിന്നിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ, പിമ്പിൾസ് മാറാനായിട്ടുള്ള മെഡിസിൻ, എനിക്ക് ഹോർമോണൽ പിമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, അല്ലാതെയുള്ള ട്രീറ്റ്മെൻറ്റ്സുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ ചെയ്തിട്ട് അറ്റ് ലാസ്റ്റ് എനിക്ക് മനസ്സിലായി എന്താ അറിയോ, നമ്മൾ നാച്ചുറൽ റെമഡി ചെയ്യുമ്പോഴേക്കും കുറേ നാൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫേസ് പാക്ക് ഇട്ടാൽ നാളെ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇന്ന് തുടച്ച് കഴിയുമ്പോൾ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവും, പിന്നെ അത് മാറുമായിരിക്കും. പക്ഷേ ഗ്രാജുവലി നിങ്ങളൊരു അടുപ്പിച്ചൊരു 6 മാസം ഇത് 2 ആഴ്ച കൂടുമ്പോൾ ഒരു തവണ എന്ന രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ സ്കിന്നിന് സൂട്ടബിൾ ആയിട്ടുള്ളത് ഇത് എന്താണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട്. നാച്ചുറൽ റെമഡി ആണെന്നുണ്ടെങ്കിൽ ഈ എല്ലാവരും പറയണ പോലെ ഇതൊന്നും ഇടരുത് അങ്ങനെയൊന്നല്ല കേട്ടോ. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. എനിക്ക് എൻ്റെ ബോഡിയിലൂടെ എനിക്ക് മനസ്സിലായത്, എൻ്റെ എക്സ്പീരിയൻസിലൂടെ എനിക്ക് മനസ്സിലായതാണ് നാച്ചുറൽ റെമഡി വർക്ക് ചെയ്യും, ഉറപ്പായിട്ടും അത് വർക്ക് ചെയ്യും. പക്ഷേ നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചിട്ടുള്ളത് ഇടുക. നമ്മൾ ഈ സ്കിൻ കെയർ സ്റ്റോർ ബോട്ട് സാധനങ്ങൾ നമ്മൾ സ്കിൻ ടൈപ്പിനനുസരിച്ചല്ലേ ഇടുക, അതേപോലെ തന്നെയാണ് നാച്ചുറൽ റെമഡീസും നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ളത് നോക്കിയും കണ്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബെറ്റർ.
കാരണം ഇത് നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യും. അതായത് കുറേ നാളത്തേക്ക് നമ്മുടെ സ്കിന്നെ ബെറ്റർ ആക്കാനായിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുക. അതേ സമയത്ത് നമ്മൾ അല്ലാതെയുള്ളൊരു സിറംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടും. പക്ഷേ എപ്പോൾ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യണോ അത് തീർന്ന്, പിന്നെ നിങ്ങൾക്ക് ആ സ്കിന്നിന് അത് ആ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. ഈ സിറം യൂസ് ചെയ്യുമ്പോൾ എഫക്റ്റിനെക്കാട്ടിലും കുറച്ചും കൂടി നിങ്ങൾക്ക് എഫക്റ്റ് കിട്ടും. പയ്യനെ നിങ്ങൾ ഈ ഒരു നാച്ചുറൽ റെമഡീസ് ഒത്തിരി നാളത്തേക്ക് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സൈഡ് എഫക്ട്സ് കുറവായിരിക്കും അതിനെ വെച്ച് നോക്കുമ്പോൾ. അതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇങ്ങനെ ഞാൻ പണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്കൊരു ഡൗട്ട് ആയിരുന്നു, ഇത് വർക്ക് ചെയ്യില്ലേ, വർക്ക് അങ്ങനെ ആണോ? പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അത് വർക്ക് ചെയ്യും എന്നുള്ളത്. എപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റക്നെസ് ഫീൽ ചെയ്തിട്ടുണ്ടോ തിരിച്ച് നേച്ചറിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു നമ്മുടെ സെൽഫിനെ നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റെമഡി വന്നിട്ട് നമ്മുടെ സ്കിന്നിലുള്ള ഗുഡ് ബാക്ടീരിയാസിനെ നമ്മൾ തിരിച്ചു കൊണ്ടിരിക്കാൻ പോവാണ്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഉണ്ടായിട്ടുള്ള ഒരു പിമ്പിൾസ് വേഴ്സൺ ആവണതോ അല്ലെങ്കിൽ പിമ്പിൾസ് മാറാതിരിക്കുന്നതോ ഡ്രൈനെസ് കൂടുന്നതോ ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ടുള്ളത് കൊണ്ടാണ്. ഈ സ്കിൻ ബാരിയർ എങ്ങനെയാണ് ഡാമേജ് ആയത്? നിങ്ങൾ ഒത്തിരി പ്രോഡക്ട്സ് കണ്ടമാനം യൂസ് ചെയ്തിട്ടും അതുപോലെ നമ്മളുടെ വെള്ളം ഹാർഡ് വാട്ടർ ആണ്, ക്ലോറിൻ വെള്ളമൊക്കെയാണ്, അങ്ങനെയാണെങ്കിൽ വരും. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാവണം ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് വരാം, നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വരാം. അങ്ങനെ പല 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 കാരണങ്ങൾ കൊണ്ടിട്ട് നമ്മളുടെ ഈ ഒരു സ്കിൻ ബാരിയറിനെ നമുക്ക് എഫക്റ്റ് ആക്കാം. മേജറായിട്ട് നമ്മൾ ഈ കണ്ട പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോഴാണ്. എന്ന് വെച്ചാൽ എല്ലാ പ്രോഡക്റ്റും നല്ലതാണ്, നമ്മളുടെ സ്കിന്നിന് ചേരുന്ന പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ പിക്കി ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്കിൻ കെയർ ഒക്കെ സൂപ്പർ ആയിട്ടുള്ള സംഗതി ആട്ടോ. ഒരിടയ്ക്ക് അങ്ങനെ സ്റ്റക്കായിരുന്നു, ഇതൊക്കെ ചെയ്തിട്ട് വലിയ കാര്യമുണ്ടോ ഈശ്വരാ, ഇതൊക്കെ ചെയ്തിട്ടൊന്നും റെഡി ആവില്ലല്ലോ എന്നങ്ങനെ എനിക്ക് തോന്നിയ സമയങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു ബ്യൂട്ടി വ്ളോഗറായിട്ട് പോലും സ്പെഷ്യലി സ്കിൻ കെയറിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നിട്ട് പോലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നീട് എനിക്ക് മനസ്സിലായി ഇതൊക്കെ നല്ലതാണ്, പക്ഷേ ഇതെല്ലാം നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ നമ്മുടെ സ്കിന്ന് റെഡിയാക്കാനായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും നാച്ചുറൽ റെമഡി ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ സ്കിന്നിൻ്റെ ആ ഒരു ബാരിയർ ഡിസ്റ്റർബ്ഡ് ആവണേ. ആ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ബാരിയറിനെ തിരിച്ചു കൊണ്ടിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു റെമഡിയാണിത്. ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഫെർമെൻറ്റഡ് ആയിട്ടുള്ള റൈസ്. ഒന്നുമില്ല, നമ്മൾ ചോറുണ്ടാക്കില്ലേ, ചോറുണ്ടാക്കിയത് നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും ഇങ്ങനെ ഒരു മാതിരി ഒരു പൊട്ടമാണ്, ഇച്ചിരി ഒരു പൊട്ടമാണ്, ഭയങ്കര പൊട്ടമണാവണ്ട, ഇച്ചിരി ഒരു പൊട്ടമണായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടും. അതായത് ഇങ്ങനെ ഒരു ഇത്തിരി ഒരു പ്ലം അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി കിട്ടുക. ആ പ്ലം സാധനം കുറച്ചെടുത്തിട്ടൊരു പാത്രത്തിലോട്ട് ഇടാം. എന്നിട്ട് അതിനകത്തോട്ടൊരു പിഞ്ച് ഓഫ് ടർമറിക്, നമ്മുടെ കസ്തൂരി മഞ്ഞളുണ്ടെങ്കിൽ നല്ലതാട്ടോ, അത് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ മോർ നല്ലതാണ് പൗഡറിനെക്കാട്ടിലൊക്കെ. അപ്പോൾ അതൊരു പിഞ്ച് ഓഫ് അതിടുക. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ ഇട്ടിട്ടുള്ളത് നമ്മളുടെ ദോശ ബാറ്റർ. ഈ ദോശ ബാറ്ററിനകത്തും ഗുഡ് ബാക്ടീരിയാസ് ഉള്ളതാണ്. ദോശ ബാറ്റർ ഉപ്പില്ലാത്തത്. നിങ്ങൾ ദോശ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് എടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടെണ്ണമായാലും മതി. ഇതിനകത്തോട്ട് കുറച്ച് അലോവേറയും കൂടി മിക്സ് ചെയ്താലും മതി. ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഈ ദോശ ബാറ്റർ ഉണ്ടെങ്കിൽ നല്ലതാണ് അത്. കാരണം കുറച്ചും കൂടി എനിക്കൊരു എക്സ്ഫോലിയേഷൻ കിട്ടണ പോലെ, കുറച്ചും കൂടി ബെനിഫിറ്റ് കൂടണ പോലെ ഫീൽ ചെയ്തായിരുന്നു. എന്നിട്ടിത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ കൈ കൊണ്ട് അപ്ലൈ ചെയ്യോ അതല്ലെങ്കിൽ ഒരു കോട്ടൺ പീസ് വെച്ചിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫുൾ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എൻ്റെ ശബ്ദം ഇച്ചിരി മാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് 2 ദിവസമായിട്ട് പനിയായിരുന്നു. ഓണമൊക്കെ അതുകൊണ്ട് പനിയിൽ മുങ്ങിപ്പോയി. അപ്പോൾ പനി ആയതുകൊണ്ട് ശബ്ദം തിരിച്ച് വരണേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ എഫേർട്ട് എടുത്ത് ഇങ്ങനെ അത്ര സംസാരിക്കണ പോലെ. അപ്പോൾ നല്ലോണം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു തരിതരിപ്പ് ഫീൽ ചെയ്യും. ഈ തരിതരിപ്പ് ഫീൽ ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യുക, ഇട്ടും കൂടെ ഉരയ്ക്കരുത്. ഓക്കെ, പതുക്കനെ ജെൻ്റലായിട്ട് നിങ്ങളിങ്ങനെ എവിടെയാണ് നിങ്ങൾക്ക് തരിതരിപ്പ് തോന്നണേ ആ തരിതരിപ്പുള്ളിടത്ത് മാത്രം മസാജ് ചെയ്യുക. പിന്നെ പിമ്പിൾസ് ഉള്ള സ്ഥലത്ത് മേലിട്ട് ഇറിറ്റേറ്റ് ചെയ്യരുത്. ഓക്കെ, അല്ലാതെ നിങ്ങൾ പിമ്പിൾസിനെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് വേണം ഓരോരോ ഭാഗങ്ങളായിട്ട് എവിടെയാണോ നിങ്ങൾക്ക് ഒരു തരിതരിപ്പ് തോന്നുന്നത് ആ തരിതരിപ്പുള്ള ഭാഗങ്ങളിലായിട്ടൊന്ന് മസാജ് ചെയ്യാം. എന്നിട്ട് ഡ്രൈ ചെയ്യുക. ഡ്രൈ ആയി കഴിയുമ്പോൾ ഭയങ്കര ഡ്രൈ ആവരുത്, ഒരു സെമി ഡ്രൈ ആവും. അതായത് ഇച്ചിരി ഭാഗം ഡ്രൈ ആയി ഇച്ചിരി ഭാഗം അങ്ങനെ വെള്ളം എന്നല്ല ഇങ്ങനെ നനവോടിരിക്കുക. ആ ഒരു കണ്ടീഷൻ വരുമ്പോഴേക്കും നോർമൽ വാട്ടർ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയാം. അത് മാത്രം മതി. ഫേസ് വാഷ് ഇടരുത്. ഈ ഫേസ് വാഷ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ബാക്ടീരിയനെ വെച്ചിട്ടുള്ളതൊക്കെ തിരിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ പുറമെ ഫേസ് വാഷ് യൂസ് ചെയ്യരുത്. ഇത് നിങ്ങളിപ്പോൾ ഇന്ന് ചെയ്തില്ലേ, ഇനി നിങ്ങൾ ഈ കാര്യം വിട്ടേക്ക് നിങ്ങൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു തവണ കൂടി ഇത് ചെയ്യുക. അങ്ങനെ നിങ്ങളൊരു കുറച്ച് സമയം എടുക്കും കേട്ടോ ഇത് റെഡിയായി വരാനായിട്ട്. നിങ്ങൾ ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസമെങ്കിലും എനിക്ക് സമയം തരണം, എന്നാൽ മാത്രമാണ് റെഡി ആക്കുള്ളൂ. എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കണവരെങ്ങനെ അറിയോ, ഞാൻ പിൻ ചെയ്തിടും. നിങ്ങൾ എൻ്റെ അങ്ങനെ പിൻ ചെയ്തിട്ടിട്ടില്ല, ഞാൻ അങ്ങനെ നിങ്ങൾക്ക് റിപ്ലൈ എൻ്റെ അടുത്ത് ഇങ്ങനെ
കൺസൾട്ട് എന്നൊന്നും പറയുന്നില്ല, അല്ലാതെ എന്നോട് ഇങ്ങനെ റെമഡിയൊക്കെ ചോദിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും. 2 മാസം മുമ്പ് നിങ്ങൾ എന്താ ചെയ്തതെന്നുള്ള റൂട്ട് മാപ്പ് അന്വേഷിച്ചിട്ടാണ് ഞാൻ റെമഡി കൊടുക്കുക. മുമ്പൊക്കെ എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു സ്കിൻ കെയറിന് ഒരു ഓയിലി സ്കിന്നുള്ളവർക്ക് ഇന്ന പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഇന്ന പ്രോഡക്റ്റ്, അങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നമ്മളിങ്ങനെ കൂടുതൽ ഇങ്ങനെ ആഴങ്ങളിലോട്ട് എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ ഓയിലി സ്കിന്നുള്ളവർക്ക് തന്നെ പല പല കാരണങ്ങൾ കൊണ്ട് കേട്ടോ ഓയിലി സ്കിന്ന് വരാം. അപ്പോൾ അതെന്താണെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യണമെന്ന്. ഇങ്ങനെ ഒരു കുട്ടീനോടുണ്ടല്ലോ ഞാൻ അങ്ങനെ ഇങ്ങനെ ഞാൻ ചോദിച്ചു എന്താ ചെയ്യണം. അപ്പോൾ അതിങ്ങനെ പല പല പ്രോഡക്റ്റുകൾ മാറ്റി മാറ്റി മറിച്ചൊക്കെ യൂസ് ചെയ്തു. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഒരു 2 ആഴ്ചത്തേക്ക് ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാണ്ട് മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ള കുട്ടികളുടെയൊക്കെ ഇത് മാറിയിട്ടുണ്ട് കേട്ടോ. അവർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിലവർ ഭയങ്കരമായിട്ട് നല്ലോണം കേൾക്കുക. എനിക്ക് അങ്ങനെയുള്ളവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കറക്റ്റിന് ഫോളോ ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ഫോളോ അപ്പ് ഒക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ അയച്ചു തരും. അങ്ങനെയുള്ളവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ കുട്ടീനോട് എങ്ങനെ പറഞ്ഞു 2 ആഴ്ച ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കും. അപ്പോഴേക്കും ആ കുട്ടിയെ ഒന്നും യൂസ് ചെയ്യണ്ടേ, അതിനെ വിശ്വസിക്കാൻ പറ്റണില്ല. അത് ആ കുട്ടി പറയാം എന്താണ് ഒന്നും യൂസ് ചെയ്യണ്ടേ, എന്തെങ്കിലും ചേച്ചിക്ക് അത് ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് പറയുമോ, ചേച്ചിക്ക് ഇനി കറക്റ്റ് അറിയാത്തത് കൊണ്ടാണോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചേ നമ്മുടെ സ്കിന്നിൽ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റണില്ലേന്ന്. ഒന്നും ഇരിക്കുന്നത് എന്തോ ഒരു മോശമായിട്ടുള്ള കാര്യം എന്നുള്ള പോലെയാണ് ആയോ എന്ന് എനിക്കിങ്ങനെ സംശയം തോന്നി. അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മുടെ സ്കിന്നിന് തന്നെത്താനെ റിപ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട്. നിങ്ങളിങ്ങനത്തെ ഒരു ഇതിൽ എന്ത് ചെയ്തിട്ട് വർക്ക് ആവണില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്കിൻ ബ്രേക്ക് എടുക്കുക. ഇതിനെ നമ്മൾ സ്കിൻ ഡയറ്റ് എന്ന് പറയും. ഇങ്ങനെ ഒരു സ്കിൻ ഡയറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് സ്കിന്നിൽ ഒന്നും ചെയ്യാതെ മോയ്സ്ചറൈസർ പോലും ഇടാണ്ട് ഫേസ് വാഷ് പോലും ഇടാണ്ട് ജസ്റ്റ് ഫേസ് നമ്മുടെ നോർമൽ വെള്ളം കൊണ്ട് കഴുകി ഒരു 2 ആഴ്ച നിങ്ങൾ ഇരുന്ന് നോക്ക്, ഭയങ്കര ഡിഫറൻസ് നിങ്ങൾക്ക് സ്കിന്നിൽ അറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് അതിൻ്റെ സ്കിന്ന് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്കിൻ ബാരിയറൊക്കെ പോയി അവിടെ നിന്ന് ഇവിടുന്നൊക്കെയുള്ള ആസിഡ്സും പല സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഫുള്ളിങ്ങനെ നമുക്കത് കാണുമ്പോൾ പറയാൻ പറ്റും അത്ര ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരിക്കണ സ്കിന്നാണ്. അപ്പോൾ എന്താ 2 ആഴ്ച ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അതിങ്ങനെ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മെസ്സേജ് കണ്ടില്ല. ഞാൻ പിന്നെ നോക്കാനായിട്ട് നിന്നില്ല. ഇപ്പം ഞാനത് എന്ത് പറഞ്ഞപ്പോഴാണോ അത് പോർത്തെ. അപ്പോൾ നിങ്ങളിങ്ങനെ കുറച്ച് നാൾ ഇങ്ങനെ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകുന്ന ഒരു റെമഡിയാണ് കേട്ടോ. ഇന്ന് ഞാൻ റെമഡി കാണിച്ചതിനെക്കാട്ടിലും കൂടുതൽ കുറച്ച് സംസാരിച്ച് പോയെന്ന് തോന്നുന്നു. സോറി, നമുക്ക് ഇനി മുതൽ കുറച്ചും കൂടി ഫാസ്റ്റിനായിട്ട് ചെയ്യാം കേട്ടോ. എനിക്കിതിങ്ങനെ പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് കുറച്ചിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു ഇതായതുകൊണ്ട് കുറച്ചും കൂടി ഒരു ഹാപ്പി മോഡിലിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഞാൻ ഫുൾ കാര്യങ്ങൾ പറഞ്ഞായിരുന്നോ നോക്കട്ടെ, ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പറയേണ്ട കാര്യങ്ങൾ. പക്ഷെ പറഞ്ഞു വന്നപ്പോഴേക്കും കുറച്ചങ്ങനെ കാട് കയറി സംസാരിച്ച് പോയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഒരു ബ്ലഷിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടിരിക്കാം കേട്ടോ. അതാണ് ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ബ്ലഷ് ഇട്ടിരിക്കണം, ചുവന്നിട്ടിരിക്കണം. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.